ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് തേർഡ് പാർട്ടിയോട് പറയുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഉള്ള എനർജി കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. Nine of Pentacles, Seven of Cups, Four of Swords, Ten of Cups, Nine of Wands, Queen of Pentacles, Tower, Eight of Swords, Three of Cups, Six of Pentacles, Seven of Pentacles, Two of Pentacles, Queen of Swords, Princess of Wands, Empress, and one more, Princess of Cups. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗ്രാജുവലി ഉണ്ടായിട്ട് വന്ന ഒരു ബന്ധമായിട്ടാണ് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയോട് പറയുന്നത്. അതായത് ചില റിലേഷൻഷിപ്പിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇനീഷ്യൽ അട്രാക്ഷൻ കാണാം. പ്രത്യേകിച്ച് ഒരു കപ്പിൾ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എടുത്തിയാടി പെട്ടെന്ന് ഒരു അട്രാക്ഷൻ്റെ പുറത്ത് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ പറയുന്നത് റിലേഷൻഷിപ്പിലൊരു ഗ്രാജുവലി ഉണ്ടായിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലവർ ആദ്യം നല്ല സുഹൃത്തുക്കളായിരിക്കും, പിന്നീട് ആയിരിക്കും ആ ഒരു സൗഹൃദം നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു ഡെപ്തിലേക്ക് ആയി എന്നൊക്കെ തോന്നുമ്പോഴായിരിക്കാം പിന്നീട് നമ്മോട് മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് പറയാറുണ്ട്, അവർ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു സ്പാർക്ക് തോന്നി അല്ലെങ്കിൽ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നി എന്ന് പറയാറുണ്ട്. എന്നാൽ ചില റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും ഉണ്ടാവാറില്ല. അതായത് അവരങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ബന്ധങ്ങളുണ്ട്. അതുപോലെയുള്ള ഒരു തീവ്രതയിലേക്ക് പോകുന്നോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ലൈഫിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണായിട്ട് മാറുന്നൊന്നും നമുക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ബന്ധങ്ങൾ. അത് ചിലപ്പോൾ കുറച്ച് നാൾ പോയി കഴിഞ്ഞാൽ പോലും അറിയണമെന്നില്ല. അത് ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിലല്ല, സൗഹൃദത്തിൽ പോലും നമ്മൾ കാണാറുണ്ട്. ചില വ്യക്തികൾ നമ്മളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളാവും എന്നൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുമായിട്ട് കുറച്ച് ഇടപഴകുമ്പോൾ പോലും അറിയുന്നുണ്ടാവില്ല. ഗ്രാജുവലി ചിലപ്പോൾ ഓരോ ഇൻസിഡൻസ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അവരുടെ ഒരു സ്ഥാനം വരുമ്പോഴൊക്കെ ആയിരിക്കും പല കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. എന്ന് പറഞ്ഞ പോലെയുള്ളൊരു അവസ്ഥ നമുക്കിവിടെ കാണാം. ഇവിടെ നിങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് അവർ പറയുന്നത്. മാത്രമല്ല ഇതിനകത്ത് ചിലപ്പോൾ ഒരുപാട് ഒരു ചോയ്സിൽ നിന്നൊക്കെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോയിട്ടുള്ള ബന്ധമായിരിക്കാം. അതായത് ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ആ ഒരു സൗഹൃദത്തിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ടാകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലവർ സോഷ്യൽ മീഡിയ കണക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ആയിട്ട് ഇടപഴകുന്ന വ്യക്തികളായിരിക്കും. പക്ഷേ അതിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരിക്കും പിന്നീട് ഡീപ്പായിട്ടുള്ളൊരു രീതിയിലേക്ക് മാറിപ്പോകുന്നത്. എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു എനർജീസ് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ വളരെ ആലോചിച്ച് അല്ലെങ്കിൽ സാവകാശം മുന്നോട്ട് പോയിട്ടുള്ള ഒരു
റിലേഷൻഷിപ്പാണ്. അങ്ങനെയാണ് ഈ ഒരു ബന്ധം കുറച്ചുകൂടെ ദൃഢമായതെന്ന് പറയാം. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇപ്പോൾ സ്വപ്നം കാണാനാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇതിലെ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുള്ളതും കുറച്ചൊരു സമയമെടുത്ത് ആലോചിച്ചൊക്കെ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഒരു എടുത്തുചാട്ടമല്ല എന്നുള്ളത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരു നെസസിറ്റിയും അല്ല. അതായത് ചില റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സപ്പോർട്ടായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ അങ്ങനെയൊന്നും തുടക്കത്തിലേ പ്രതീക്ഷിക്കണമെന്ന് പോലുമില്ല. ഈ പറഞ്ഞതുപോലെ ഒരു പടിപടിയായിട്ടായിരിക്കും ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തരത്തിലുള്ളൊരു കണക്ഷനാണ് എന്നുള്ളത് നമുക്കിവിടെ കാണാം. അല്ലെങ്കിൽ ആ ഒരു തരത്തിലാണ് ഈ വ്യക്തി തേർഡ് പാർട്ടിയോട് പറയുന്നത്. ഇതിനെക്കുറിച്ച് അവർ ഒരുപാടൊരു ഡ്രീം കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. മാത്രമല്ല ഇതിനകത്ത് സഡനായിട്ട് ഉണ്ടായിട്ടുള്ള ചില തകർച്ചകൾ ഈ റിലേഷൻഷിപ്പിനെ മുരടിപ്പിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലെത്തി എന്നുള്ളതും നമുക്കിവിടെ മനസ്സിലാക്കാം. അതായത് കാര്യമായിട്ടുള്ള എന്തോ ഒരു ഇൻസിഡൻറ്റ് ഇതിനകത്ത് സംഭവിച്ചു. അത് ചിലവരെ സംബന്ധിച്ച് മറ്റൊരു കാര്യത്തിൻ്റെ ഇടപെടലായിരിക്കാം, പരസ്പരമുള്ള വിശ്വാസക്കുറവ് സംഭവിച്ചതായിരിക്കാം, വിശ്വാസ വഞ്ചനയായിരിക്കാം, എന്ത് വേണമെന്നുണ്ടെങ്കിലും അത് പിന്നീട് ഈ ഒരു റിലേഷൻഷിപ്പിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു തടസ്സം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റക്നെസ് ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് മാക്സിമം എഫോർട്ടിട്ട് ഒരു ബന്ധമായിട്ടും നമുക്കിവിടെ കാണാം. അതായത് ഇപ്പോൾ ചില റിലേഷൻഷിപ്പിൽ കുറച്ചൊരു സ്റ്റക്നെസ് വരുന്നു, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്നു, ഫാമിലി ഒബ്ജെക്ഷനായിട്ട് വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഒഴിവാക്കി പോകുന്ന ആൾക്കാരുണ്ട്. അതായത് ഒരു പ്രോബ്ലം വരുമ്പോൾ തന്നെ എനിക്കത് ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡെപ്തോ കാര്യമോ ഒന്നും നോക്കാതെ, അല്ലെങ്കിൽ കൊടുത്ത വാക്കുകളോ ഒന്നും പാലിക്കാതെ പെട്ടെന്ന് അവനവൻ്റെ കാര്യം നോക്കി പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ ചിലപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി അതായത് ഈ ഒരു ബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് പിടിക്കാനോ മുറുകെ പിടിക്കാനോ ഒക്കെ ശ്രമിച്ചിട്ടുള്ള ഒരു ബന്ധമായിരുന്നിരിക്കണം. അതായത് വിട്ടു പോകരുത് എന്നുള്ള ഒരു ആഗ്രഹം നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കണക്ഷനായിട്ടാണ് അവർ പറയുന്നത്. അതായത് എല്ലാ തരത്തിലും പരസ്പരം സപ്പോർട്ടായിട്ട് നിന്നിട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിനകത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഈ പറഞ്ഞ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ഇതിനകത്തൊരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ഒരു തകർച്ച വന്നിട്ടുണ്ടെങ്കിലും അവരത് ഇഷ്ടപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ള ആ ഒരു എനർജിയാണ് നമുക്ക് അവിടെ എല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് കാണാനായിട്ട് കഴിയുന്നത്. ഒരു തേർഡ് പാർട്ടി സാന്നിധ്യത്തിൻ്റെ ഇടപെടലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്തരത്തിലാക്കിയത് എന്നുള്ളൊരു സംഗതി നമുക്ക് കാണാം. ഇവിടെ ഒരു പ്രയോറിറ്റി ഇല്ലാതെ ആവുന്ന ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ട്. ചോയ്സിൻ്റെ എനർജി നമുക്ക് അവിടെയും ഈ ഒരു കാർഡിലെല്ലാം വളരെ കാര്യമായിട്ട് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ആ ഒരു ചോയ്സ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതായിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ ആ ഒരു തകർച്ചയ്ക്കുള്ള ഒരു കാരണം. ഈ പേഴ്സൻ്റെ ലൈഫിലായിരിക്കാം ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടാകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മുന്നോട്ട് ഈ ഒരു ബന്ധം കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം, ബാലൻസ് ചെയ്ത് പോകാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ തകർത്തതെന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണാം. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇൻ്റർഫിയറൻസ്. അപ്പം അങ്ങനെയുള്ള ഒരു മാറ്റം കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇൻ്റർഫിയറൻസ് കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇതിനകത്തൊരു ഗ്രോത്ത് ഇല്ലാതെ ആയിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിലും അതെ, നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രതീക്ഷിച്ചു, പക്ഷെ അതൊന്നും സംഭവിച്ചില്ല എന്നുള്ള ഒരു സംഗതിയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്നോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രതീക്ഷ കൊടുക്കുന്നുണ്ടെന്നോ ഉള്ളൊരു എനർജി ആയിരിക്കാനും സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഏത് ബന്ധമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ കണ്ട് സ്വപ്നം കണ്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് അതിനൊരു തകർച്ച ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ പറയുന്ന പോലെ അതുവരെ കോരി വെള്ളം മുഴുവൻ പാഴായി എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു മരവിപ്പ് അനുഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാം. ആ ഒരു പ്രയോറിറ്റിക്ക് ചേഞ്ച് വന്നു, അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യത്തിൻ്റെ ഇടപെടലോട് കൂടി തന്നെ ഇതിൽ നിന്ന് പിന്തിരിയേണ്ടി വരുന്നൊരവസ്ഥ. അതായത് ഇതൊന്ന് ബാലൻസ് ചെയ്ത് പോലും കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ മാറിയതായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല ടേംസിലായിരിക്കണം എന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് അത്രയും ഓപ്പണായിട്ട് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഫെമിനിൻ എനർജിയുടെ ഒരു ഇൻ്റർഫിയറൻസ് കാര്യങ്ങൾ വന്നതായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്ന. ചിലരെ സംബന്ധിച്ച് അവരുടെ ഒരു അമ്മയോ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു മുതിർന്ന സ്ത്രീയോ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയുടെ ഒരു തടസ്സമൊക്കെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സ്റ്റക്നെസ് ക്രിയേറ്റ് ചെയ്തത്. അപ്പം അങ്ങനെയുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ അവർ മറ്റൊരു ചോയ്സ് തിരഞ്ഞെടുത്തു എന്നുള്ളത് നമുക്ക് കാണാം. ആ ഒരു ചോയ്സ് തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി എനർജി തന്നെയായിരിക്കണം.
അങ്ങനെ ഒരു ചോയ്സും കാര്യങ്ങളും വന്നപ്പോൾ അവർ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയെ തിരഞ്ഞെടുക്കേണ്ടത് നിർബന്ധിതമായിട്ടുള്ളൊരു സാഹചര്യം വന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ജസ്റ്റ് തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്തു എന്നുള്ളതല്ല. തേർഡ് പാർട്ടി ആരാണോ ആ ഒരു തേർഡ് പാർട്ടി എനർജിയെ തന്നെ അവർക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു എന്നുള്ള ഒരു സംഗതിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണ് നിങ്ങളും തമ്മിലുള്ള കണക്ഷൻ നിലവിലില്ല. ഇത് എൻഡ് ആയിരിക്കുന്ന ഒരു രീതിയിലാണ് അവർ തേർഡ് പാർട്ടിയോട് പറയുന്നത്. ആ ഒരു കണക്ഷൻ അവസാനിച്ചു പോയൊരു രീതിയിൽ തന്നെ നമുക്കിവിടെ കാണാം. അവരൊരുപാട് പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ കണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷെ നിലവിൽ ഇത് ഇല്ല. അവർക്ക് നിർബന്ധിതമായിട്ട് മറ്റൊരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞ പോലെ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് തന്നെ അവർ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അതൊരു പക്ഷേ യാഥാർത്ഥ്യമായിരിക്കാം. ചിലരെ സംബന്ധിച്ച് തേർഡ് പാർട്ടിയോട് ഭയങ്കരമായിട്ടുള്ള പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അങ്ങനെ പറയുന്നതുമായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർ പറയുന്നത് ഈ ഒരു ബന്ധം നിലവിലില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടെ കണ്ടിരുന്നൊരു റിലേഷൻഷിപ്പായിട്ടും ഇതിനകത്തുള്ള ആ ഒരു പുറമേ നിന്നുള്ള ഇടപെടൽ മൂലം അവർക്കത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, നിങ്ങൾ തമ്മിൽ നോ കോൺടാക്റ്റുകൾ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ച മട്ടാണ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നതെങ്കിൽ പോലും, നേരത്തെ പറഞ്ഞ പോലെ ഒരു പക്ഷേ അത് ശരിയായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും നല്ല രീതിയിലാണ് അവർ നിങ്ങളെക്കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ നല്ലൊരു ഇംപ്രഷനിലാണ് പറയുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാം. ഒട്ടും ഒരു മോശമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഭയങ്കരമായിട്ടുള്ള കുറ്റപ്പെടുത്തലോ ഒന്നും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നില്ല. കാരണം നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള സ്പ്രെഡൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മോശമാണെന്ന് കാണിക്കാനോ ഞാൻ ഭയങ്കര പാവമായിരുന്നു എന്ന് കാണിക്കാനോ ഉള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ അവർ ഭയങ്കര ചീത്തയായതുകൊണ്ടാണ് ഞാൻ എനിക്കിതിൽ നിന്ന് മാറേണ്ടി വന്നത് എന്നുള്ള രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള എനർജീസ് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിങ്ങളെക്കുറിച്ച് വളരെ നല്ല രീതിയിലുള്ള ഒരു ഇംപ്രഷനാണ് തീർച്ചയായിട്ടും അവർ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നത്. അതായത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് അവർക്ക് ആ ഒരു ബന്ധം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അവരൊരുപാട് പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു. പക്ഷെ അതിൽ തുടർന്ന് പോകാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് അവരതിൽ നിന്ന് ഇറങ്ങിപ്പോന്നു അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു രീതിയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതൊരു പരിധിവരെ ഈ പറഞ്ഞ പോലെ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ആ ഒരു ചോയ്സ് ഉള്ളതുകൊണ്ട് ആ ഒരു ചോയ്സ് അവർക്ക് ചൂസ് ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് കാണാം. അതുപോലെ നമ്മൾ ഈ ഒരു എനർജിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡെപ്ത് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അപ്പോളജി ആയിക്കോട്ടെ, ആ ഒരു രീതിയിലൊരു ഒരു കുറ്റബോധം അങ്ങനെയുള്ളൊരു സംഗതി തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് എന്നുള്ളൊരു എനർജിയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതായത് ആ ഒരു വ്യക്തിക്ക് തന്നെ അറിയാം അവരുടെ ഒരു ചോയ്സ് അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകേണ്ടി വരുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഇത് ക്വിറ്റ് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മോഹവും പ്രതീക്ഷയൊക്കെ തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷെ അവർക്ക് അങ്ങനെ ചെയ്യാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉള്ളൊരു രീതിയിൽ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ചിലപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് ഇവർ ഒരു സെപ്പറേഷൻ ഫേസിലോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവർ തമ്മിൽ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് ഒക്കെ നടക്കുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്കത് തുറന്ന് പറയാനുള്ള ഒരു സങ്കോചവും കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാത്തത്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി എന്താണെന്നുള്ളത് കൂടി എടുത്ത് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ വല്ല വാസ്തവമുണ്ടോ? എന്താണ് അവരുടെ മനസ്സിലുള്ളതെന്ന്. 3 of Cups, World, Hermit, 8 of Wands, Magician, Lovers, Temperance. ഇപ്പോൾ നിലവിലുള്ള നിങ്ങളോടുള്ള എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, കുറച്ച് കാർഡ്സേ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്ത് വന്നിരിക്കുന്ന 1-2 കാർഡുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം മേജർ അർക്കാന കാർഡ്സാണ്. അപ്പം അത്രയേറെ ഒരു ഡെപ്തിൽ അല്ലാന്നുണ്ടെങ്കിൽ സഡനായിട്ട് നൈമിഷികമായിട്ട് നമുക്ക് എല്ലാവർക്കും പല തോന്നലുകളും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള തോന്നലുകൾക്കപ്പുറം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ
ആ ഒരു എനർജി ഉണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ വ്യക്തമായിട്ട് തന്നെ കാണാം. അവർ തീർച്ചയായിട്ടും റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അവർ തേർഡ് പാർട്ടിയോട് പറഞ്ഞ സത്യമായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ പഴയൊരു സ്ട്രോങ് ബോണ്ടിങ് ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം. അപ്പോൾ അവരുടെ മനസ്സിൽ അവർ ആ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം തിരിച്ച് കിട്ടാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതെ, ആ ഒരു വേൾഡ് എനർജിയാണ്. ഒരു സൈക്കിൾ ഇവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മറ്റൊരു സൈക്കിളിനുള്ള ഒരു ആരംഭം അവിടെയുണ്ട്. അതായത് അവരുടെ ലൈഫിൽ ആ ഒരു ഫുൾഫിൽമെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു നിറവ് ഉണ്ടാവുന്നത് നിങ്ങൾ വന്ന് ചേരുമ്പോഴാണ്. എത്രയൊക്കെ അവസാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ നിന്ന് പറിച്ചറിയാൻ കഴിയാത്ത ആ ഒരു എനർജി നമുക്ക് അവിടെ തീർച്ചയായിട്ടും കാണാം. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. ഒട്ടും നിങ്ങൾ തമ്മിൽ ആ ഒരു നോ കോൺടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് അവർ ഒരുപാട് നിങ്ങളിലേക്ക് എത്താനായിട്ട്, ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഓടി വരാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. എല്ലാ തടസ്സങ്ങളിൽ നിന്നും മാറി ഓടി നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ഒരു ആഗ്രഹമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു തേർഡ് പാർട്ടി എനർജി നമ്മൾ ഓൾറെഡി നേരത്തെ സ്പ്രെഡിൽ കണ്ടതാണ്. ഒരു തേർഡ് പാർട്ടി എനർജിക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു പ്രയോറിറ്റി തരാതെ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ടും അവർക്ക് അവരുടെ ലൈഫിലേക്ക് മാറേണ്ടി വന്നത് എന്നുള്ളൊരു തിരിച്ചറിവുള്ളൊരു വ്യക്തിയാണ്. ഇവിടെ നമുക്ക് അത് ധൈര്യമായിട്ട് തന്നെ കാണാം, അല്ലെങ്കിൽ അത് കൺഫേംഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കാം. അതായത് ഒരു റിയൽ ആയിട്ടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾക്കാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടാണെന്നുള്ളൊരു തിരിച്ചറിവാണ്. അവരുടെ ഒപ്പം ആ ഒരു തേർഡ് പാർട്ടി എനർജിയോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലും അതിലൊരു ഫേക്ക്നെസ് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതായത് അത് യാഥാർത്ഥ്യമല്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് അവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു റിഫ്ലക്ഷൻ കാണാം. അതായത് ഇപ്പോഴാണ് അവർ എന്തെങ്കിലും ഇല്യൂഷനിലോ കാര്യങ്ങളിലോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തിറങ്ങാൻ, അല്ലെങ്കിൽ ഒരു സെൽഫ് റിഫ്ലക്റ്റ് മോഡാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത്. ആ ഒരു വെളിച്ചത്തിൽ കാര്യങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുന്ന ഒരു അവസ്ഥ ഇതാണ്. കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു അവസ്ഥ ഇതാണെന്ന് പറയാം. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള ഒരു എനർജി പോലും നമുക്കിവിടെ തീർച്ചയായിട്ടും കയറി വന്നിട്ടുണ്ട്. അതിനേക്കാളും എത്രയോ എത്രയോ മുകളിലാണ് നിങ്ങളുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചീറ്റിംഗ് ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം ഈ ഒരു പേഴ്സൺ. അതുകൊണ്ടുള്ള ആ ഒരു തിരിച്ചറിവ് അവരുടെ ഭാഗത്ത് നല്ലതുപോലെ ഉള്ളതായിട്ട് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണാമെന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാം. പക്ഷേ ഈ ഒരു ലാസ്റ്റ് കാർഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ശാന്തതയാണ്. ഒരു എടുത്തിയാട്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല. പകരം ഒരു ശാന്തമായിട്ട് കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന എനർജിയാണ്. അത് നമുക്ക് 2-3 ആസ്പെക്റ്റിൽ പറയാം. അതിലൊന്നെന്ന് പറയുന്നത്, അവർക്ക് തേർഡ് പാർട്ടിയെ പെട്ടെന്ന് ഒഴിവാക്കാനോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെക്കുറിച്ച് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിലും അത് വേണ്ട എന്ന് വിചാരിച്ച് കട്ട് ഓഫ് ചെയ്യാനുള്ള ധൈര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ലെങ്കിൽ എടുത്തിയാടി അങ്ങനെയൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ല. പക്ഷേ ആ ഒരു സംഗതി ഉള്ളതുപോലെ തന്നെ നിങ്ങളും അവരുടെ ലൈഫിൽ നിലവിൽ വേണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കിവിടെ കാണാം. രണ്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു ആഗ്രഹം കാണാം. അതുമാത്രമല്ല, ഇതിനകത്ത് വളരെ ഒരു സമാധാനപൂർണ്ണമായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എങ്കിലേ ഇതിനകത്ത് മുന്നോട്ട് പോകാൻ കഴിയൂ, സസ്റ്റെയിൻ ചെയ്യാൻ കഴിയൂ എന്നുള്ള ആ ഒരു എനർജിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു എടുത്തിയാട്ടോ കാര്യങ്ങളൊന്നും അവർ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് നടപ്പിലാക്കാത്തതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോവുകയോ അല്ലെങ്കിൽ തഴഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൻ്റേതായിട്ടുള്ളൊരു തോട്ട് ഇപ്പോൾ അവരുടെ മനസ്സിനകത്തുണ്ട്. അവർ കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്ത് മനസ്സിലാക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഉത്തമ ബോധ്യമുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു തിരിച്ചറിവ് അവർക്ക് ഇപ്പോൾ യഥാർത്ഥമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ റീയൂണിയൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വീണ്ടും ഒരു സ്ട്രോങ് ബോണ്ടിങ് വേണമെന്ന് ആഗ്രഹിക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ്. ഈ പേഴ്സൺ നിങ്ങളെ കാര്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു ശ്രദ്ധ അവരിലേക്ക് കിട്ടാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നോ കോൺടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അവരെയും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പോകുന്നൊരു രീതിയായിരിക്കും അവർക്ക് തോന്നുന്നത്. വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതെല്ലാം തിരിച്ചു പിടിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി നമുക്ക് കാണാം. സ്ട്രോങ് ആയിട്ടുള്ള റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണാം. അതായത് അവരുടെ മനസ്സിനുള്ളിൽ ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളാണ് ജെനുവിൻ എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും തേർഡ് പാർട്ടിയോടുള്ള ഒരു എനർജിയിൽ പോലും നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോട് എന്ത് പറയുന്നു എന്ന് നോക്കുമ്പോൾ പോലും അവിടെ നമ്മൾ പറഞ്ഞ കാര്യമാണ് നിങ്ങളെ കുറ്റപ്പെടുത്താനോ, അല്ലെങ്കിൽ നിങ്ങളൊരു മോശം വ്യക്തിയാണെന്ന് പറയാനൊന്നും അവർ ശ്രമിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു ആംഗിള് അവർക്ക് അവരുടെ ഒരു നിലനിൽപ്പിന് പോലും അവർ പറയുന്നില്ല എന്നുള്ളത് നമുക്കവിടെ ശക്തമായിട്ട് തന്നെ കാണാം. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 1, നമ്പർ 6, നമ്പർ 9, നമ്പർ 14 ആൻഡ് നമ്പർ 21.
ഇനി അതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ജെമിനായി, വെർഗോ, സെജിറ്റേറിയസ്, ലിയോ, സ്കോർപ്പിയോ ആൻഡ് അക്വേറിയസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് റെസനേറ്റ് ആവുന്നത് തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേഷൻ ഫേസിലൂടെ പോകുന്ന വ്യക്തികൾക്ക് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു സ്ട്രോങ് ബോണ്ടിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.